അപ്പോൾ ഭക്ഷണം തീരുന്ന സമയത്ത് വാസം സംഭവിക്കുക, ഇവരങ്ങ് ഇരച്ചു കയറും, കുട്ടികളൊക്കെ എടുത്തങ്ങ് എറിയും, അത് തടയുന്ന അമ്മമാരെയും ബാക്കിയെല്ലാവരും ചവിട്ടി വീഴ്ത്തും. അപ്പോൾ അവരുടെ ആൾക്കാരൊക്കെ വരും. അവസാനം ഈ പറയുന്ന അതിൻ്റെ തവിയും മറ്റും അടിയും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങും. ഈ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അവരെല്ലാം കൊണ്ട് ഒരുമിച്ച് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും ബോംബ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവർ കുട്ടികളും സ്ത്രീകളും ഒക്കെ അതിനകത്തൊരു 70% കുട്ടികളും സ്ത്രീകളുമാണ് മരിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ഇങ്ങനെയാണ് മരിക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് അനുഭവിക്കുന്നത്, സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു 15 പേരുള്ള ഒരു കുടുംബത്തിലാണ്, ഇവന് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഈ ഒരു ചോയ്സ് എടുക്കുമ്പോൾ ജീവിക്കുന്നതാണ് പ്രധാനം എന്നുള്ള ചോയ്സ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ പെയിനാണോ ജീവിക്കുന്നതാണോ ക്വസ്റ്റ്യനകത്ത് ജീവിക്കുന്നതാണ് പ്രധാനം എന്നുള്ളൊരു ചോയ്സ് ആ പേഷ്യൻസ് എടുക്കേണ്ടി വരും. ഈ ജനോസൈഡിനെ ഫ്യൂവൽ ചെയ്യാനും അത് നടത്താനും വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻസ് ഓൾസോ. റിലിജിയൻസ് അങ്ങനെ തന്നെയാണ്. അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും ഇത് ചെയ്തില്ല. ഈ ആയുധങ്ങൾ വരുന്നത് മുഴുവൻ ഈജിപ്തിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും പോർട്ട് വഴിയാണ് വരുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രയേലാണ് പൊതുവെ ഇസ്രയേലാണ് മൊത്തമായിട്ട് ഈ ഏറ്റവും കൂടുതൽ ബാൻ ചെയ്യുന്നത് മുഴുവൻ ഇസ്രയേലാണ്. ഈ ചിത്രം നമ്മൾ ചെന്ന് നവംബറിൽ പോകുമ്പോൾ അവിടെ വെള്ളമില്ല, ഇതൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ പറഞ്ഞ വെള്ളമില്ലാത്തതിൻ്റെ ഒരു 2 ഇഷ്യൂസാണ്. ഒന്ന്, ലാട്രിൻസ് വളരെ കുറവാണ്. ആൾക്കാർ മുഴുവൻ ഇങ്ങനെ റഫയിലേക്ക് വന്ന് നിറയും. റെഫ്യൂജീസായി വന്ന് നിറയുമ്പോൾ അവർക്ക് പിന്നെ ടോയ്ലറ്റ്സ് ഇല്ല, വളരെ കുറച്ച് ടോയ്ലറ്റ്സ് ഉള്ളൂ. അപ്പോൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് ഒരു 1500-2000 പേരൊക്കെ ഉള്ളത്. വെള്ളമില്ലാത്തപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒഴുകി പരക്കും. ഇങ്ങനെ പരന്ന് കിടക്കുന്ന വഴി നിറച്ചും ഇങ്ങനെ ഈ പറയുന്ന ഇതിൻ്റെ മലിനജലമാണ് മുഴുവൻ നിൽക്കുന്നത്. അതോടെ കുടിക്കാനും വെള്ളമില്ല. അപ്പോൾ ആൾക്കാർ ഈ പറയുന്ന വെള്ളം എവിടെ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ അത് അന്വേഷിച്ച് നടന്നിട്ട് അവസാനം കിട്ടുന്നിടത്തുനിന്ന് കുടിക്കാൻ തുടങ്ങും. അപ്പൊ കിട്ടുന്നിടക്കുമ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഈ പറഞ്ഞ കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ അത് ശുദ്ധീകരിക്കാനുള്ള സംവിധാനമില്ല, ബോയിൽ ചെയ്യാനുള്ള ഫ്യൂവലില്ല, അങ്ങനെ ഒന്നും സംഭവമില്ല. അവസാനം എന്താ സംഭവിക്കുക, കിട്ടുന്ന എല്ലാ ദിവസവും ഈ പറയുന്ന ഔട്ട് ബ്രേക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഔട്ട് ബ്രേക്സ് കഴിയുമ്പോഴേക്കും ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകണമല്ലോ. ഈ ടോയ്ലറ്റ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോവിഡ് പിടിച്ച് ചുമച്ച് കുരച്ചൊക്കെ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. ഒരു ഡിഗ്നിറ്റി ഉള്ള സംഭവമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ടോയ്ലറ്റ് മുമ്പിൽ പോകുമ്പോൾ 10-200 പേര് ആണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ മരിച്ചു കഴിയും. ഇതിനപ്പോൾ ഈ 200 പേര് കഴിഞ്ഞിട്ടൊന്നും പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്താന്ന് ഈ പറഞ്ഞ വേറെ നിവൃത്തിയില്ല. നിൽക്കുന്നിടത്ത് ഇരിക്കാൻ തുടങ്ങും ആൾക്കാർ. എവിടെ കിട്ടുന്ന അവിടെ ഇരിക്കാൻ തുടങ്ങും. ആരും മുന്നിൽ നിൽക്കുന്ന ആരും പിറകിൽ നിൽക്കുന്നതൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ വലിയ ക്യാമ്പിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ ടെന്റിലൊക്കെ പോകുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഈ തുണിയെല്ലാം എടുത്തിട്ട് മറച്ചിട്ട് ബാക്കിയെല്ലാം എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അത് 1-2 പ്രാവശ്യമല്ലല്ലോ, നിരവധി പ്രാവശ്യമാവില്ലേ. ഓരോ പ്രാവശ്യവും ഇത് കഴിയുമ്പോഴേക്കും പിന്നെ അത് അടുത്ത് പോകണം. അങ്ങനെ വെള്ളം കിട്ടില്ല, ഡീഹൈഡ്രേഷൻ അടിക്കും, മറിഞ്ഞു വീഴും, അവിടെ കിടന്ന് ഇങ്ങനെ അകത്ത് നിൽക്കും, അങ്ങനെ മരിക്കും. ഇങ്ങനെ മനുഷ്യരിങ്ങനെ ഇതിനകത്ത് ഫീസിസിനകത്ത് എന്താ പറയുന്നത് ഡീഹൈഡ്രേറ്റ് ആയിട്ടങ്ങ് മരിച്ച് പോവാണ്. പിന്നെ എടുത്തുകൊണ്ട് പോകാൻ മറ്റേ പരിപാടിയുള്ളൂ. അതൊരു 35%. ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് ഈ ഡിഗ്നിറ്റി അവസാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കാൻ കഴിയാത്ത സാധനമാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നില്ല ഇത്. നമുക്ക് ഈ പറഞ്ഞ ഇവിടെ പബ്ലിക് ഇവിടെ ടോയ്ലറ്റ്സിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരും പരസ്യമായിട്ട് പോകും. അങ്ങനെ ഒരു പരിചിതമല്ലാത്ത സമൂഹമാണ്. അതിൻ്റെ ഒരു പതനം അതിഭയങ്കരമാണ്. കാനൂനിസ് എന്ന് വെച്ചാൽ ഈ നാസർ ഹോസ്പിറ്റലാണ്. ഞാൻ ഉള്ളപ്പോൾ തന്നെ ബോംബ് ചെയ്തതാണ്. എൻ്റെ കൂടെയുള്ള ഡോക്ടറെ പോലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ വൈകിട്ടാകുമ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടിയിരുന്നിട്ട് നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ വെള്ളം ഇതുപോലെ തന്നെ കൊണ്ടുപോയാലും തീർന്നു പോകും. ആൾക്കാർ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വെള്ളം തീർന്നു പോകും. വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് ആകെ ഉള്ളത് പിന്നെ IV ഫ്ലൂയിഡ്സ് മാത്രമാണ്. പലപ്പോഴും ഒക്കെ
ഈ ഡെക്സ്ട്രോസും DNSും IV ഫ്ലൂയിഡ്സ് കുടിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ ഈ കുളി അതൊന്നും നടക്കില്ല. വെള്ളം നമുക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് സംഭവമായിട്ട് നമ്മളിവിടെ കേരളത്തിൽ ഇങ്ങനെ കുളിക്കുന്നത് ഭയങ്കര വൃത്തിയായിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിലൊരു വേറെ ഡിബേറ്റാണ്. പക്ഷെ വെള്ളം എന്ന സാധനം ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമായി മാറുമ്പോൾ കുളി ഇങ്ങനെയുള്ള സാധനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. തുണി നനയ്ക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരും. അതൊന്നും പറ്റത്തില്ല. അപ്പം അത് 2 ആഴ്ച 3 ആഴ്ച ഇട്ടിട്ട് അത് കളയുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മൾ അവിടെ താമസിക്കുമ്പോഴും നമ്മൾ അവരുടെ കൂടെ പോയി താമസിക്കുന്ന ഒരു അഭയാർത്ഥിയായിട്ട് മാറാനേ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഓരോ മനുഷ്യനും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അതെന്നാണ് നമ്മൾ ഈ പറഞ്ഞ തുണി കഴുകുന്നത് ചിന്തിക്കേണ്ടി വരും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതിപ്പോൾ ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ചയാണിത്. ഈ ജനൽ തൊട്ട് മുഴുവൻ കാണുന്ന കാഴ്ച. ഇത് ഹോസ്പിറ്റലിനകത്ത് ആ ജനലുണ്ടല്ലോ, ആ കാണുന്ന ജനലാണ്. ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഇത് മുഴുവൻ ഇതാണ്. ഇടിച്ചു നിരത്തിയ ഒരു സംഭവത്തിനപ്പുറത്തേക്ക് വസ്തുണ്ടാവില്ല. അത് വളരെ ഈ പറഞ്ഞ പരിക്കേറ്റ് വരുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോംബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 30-40 പേരെങ്കിലും എമർജൻസി സർജറി വേണ്ടി വരും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും എങ്ങനെ പോയാലും ഒരു 6 ടേബിള് ഓപ്പറേഷൻ ടേബിൾ എന്ന് വെച്ചാൽ 6 ടേബിൾ ഉണ്ടാവും. അതിനുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നും കടക്കാൻ കഴിയില്ല. അപ്പോൾ മെഷീനും ബാക്കി എല്ലാ സാധനമൊക്കെ വേണ്ടേ, അപ്പോൾ കഴിയില്ല. അപ്പോൾ ബാക്കി നമ്മൾ ഈ പറഞ്ഞ 30 പേരൊന്നും വെച്ചാൽ അലിക്കുമ്പോൾ അതിനകത്ത് 6 പേര് കഴിഞ്ഞ് ബാക്കി 24 പേര് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്നൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന വേദനയാണോ പ്രശ്നം, ജീവിക്കുന്നതാണോ പ്രശ്നമെന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ എമർജൻസി ലാപ്രോട്ടമിയൊക്കെ അല്ലെങ്കിൽ ചെസ്റ്റ് ട്യൂബ് ഇൻസേർഷനൊക്കെ ഭയങ്കര അത്യാവശ്യമായ കാര്യമാണ്. ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ് അകത്ത് അറസ്റ്റ് ചെയ്യാതല്ലാണ്ട് നമ്മളത് ബ്ലഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഈ എമർജൻസി ലാപ്രോട്ടമി എന്നോ അല്ലെങ്കിൽ ഡാമേജ് കൺട്രോൾ ലാപ്രോട്ടമി എന്ന് പറഞ്ഞ് പാക്ക് ചെയ്യുന്ന ബ്ലഡൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതെങ്കിലും മിനിമം ചെയ്യുന്നു. അപ്പോൾ അത് വേറെ മാർഗമൊന്നുമില്ല. ഈ പറഞ്ഞ ആൾക്കാർ കൈ രണ്ട് കാലും പിടിച്ചു വെച്ചിട്ട് മുറിച്ച് ഈ പറഞ്ഞ അബ്ഡോമൻ തുറന്നിട്ട് ഇത് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. അത് ഇവിടെ മാത്രമല്ല, ഏത് യുദ്ധത്തിനകത്തും ഇങ്ങനെ വലിയ മാസ് കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ വേറെ മാർഗമില്ല. അതൊരു ഈ ഒരു ചോയ്സ് എടുക്കുമ്പോൾ ജീവിക്കുന്നതാണ് പ്രധാനം എന്നുള്ള ചോയ്സ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ പെയിനാണോ ജീവിക്കുന്നതാണോ ക്വസ്റ്റ്യനകത്ത് ജീവിക്കുന്നതാണ് പ്രധാനം എന്നുള്ളൊരു ചോയ്സ് ആ പേഷ്യൻസ് എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അതിപ്പോ അവിടെ നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങളും ഇത് തന്നെയാണ്. ഒരു 50 പേരിൽ കൂടുതലൊക്കെ ഒരു സിംഗിൾ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തായാലും ഇങ്ങനെ തന്നെ അവസാനിക്കുള്ളൂ. അങ്ങനെയാണ്. ഇതെല്ലാം ഈ പറഞ്ഞ ഈ യുദ്ധത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അത് മിസൈലിന്റെ ഒരു അറ്റമാണ്. മിസൈലിന്റെ അറ്റം ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയ ഇഞ്ചുറി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അത് ടോട്ടലി ഷാറ്റേർഡാണ്. ബോണൊക്കെ ഷാറ്റേർഡാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ്. ഇത് താൽക്കാലികമായിട്ടാണ് ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ പിടിപ്പിക്കുന്നത്. ഇവർക്ക് അടുത്ത സർജറിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ആസ്വത്തിൽ അവിടെ ഈ സാധനങ്ങൾ ഇതുപോലെ കിട്ടുന്നില്ല. പിന്നെ ബാക്കിയുള്ള പ്ലേറ്റോ സ്ക്രൂവോ നെയിലോ ഒന്നും ഇപ്പം ഇല്ല. എല്ലാം ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പോയിട്ട് വേണം. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം വാസ്തവത്തിൽ ഇത് കിട്ടിയിട്ട് വേണം അടുത്ത അതുകൊണ്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തത്. അന്നൊക്കെ ഈ പറഞ്ഞ ഇത് ഭക്ഷണ വിതരണ കേന്ദ്രമാണ്. അവിടെ അന്ന് പഴയ UN ഒക്കെ നടത്തുന്ന ഭക്ഷണ വിതരണ കേന്ദ്രമാണ് അത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ലാന്ന് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. വലിയ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ ആൾക്കാർ വന്ന് അവിടെ ഒരു വലിയ ക്യൂ ആണ്. 2 കിലോമീറ്റർ നീളമുള്ള വലിയ ക്യൂ ആണ്. അപ്പോൾ ആ ക്യൂവിനകത്ത് അവസാനം ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു പരിഗണനയുണ്ട്. അപ്പോൾ അത് എന്താ പറയുന്നത്, ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഇവർ മുന്നോട്ട് വരും. ഇവര് അത് മേടിക്കും. അപ്പോൾ ഈ വിശപ്പെന്ന് പറയുന്നൊരു വ്യത്യസ്തമായൊരു വികാരമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാതെയൊക്കെ ജീവിക്കുക, കാണാതെയൊക്കെ 2-3 ദിവസമൊക്കെ വേണമെങ്കിൽ ആർക്കും പിടിച്ചിരിക്കാനൊക്കെ പറ്റും. വെള്ളവും കുടിച്ചൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷെ ഭക്ഷണം ഒരുത്തം കഴിക്കുന്ന കണ്ടിട്ട് നമ്മൾ മുമ്പ് വെച്ച് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ
അതൊരു വലിയ പ്രശ്നമായി മാറും. ദേഷ്യം വരും. പ്രത്യേകിച്ച് ഭക്ഷണം ദുരുപയോഗം ചെയ്ത് കണ്ട് ഇങ്ങനെ കളയുന്നത് കണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ഇത് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയുമ്പോൾ ഒരു താഴെ കളയുകയോ അല്ലെങ്കിൽ കളിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് കാണുമ്പോൾ ഈ ആണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യം. അവർ 2 ദിവസമൊക്കെ ക്യൂ നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഭക്ഷണം തീരുന്ന സമയത്ത് വാസ്തു സംഭവിക്കുക, ഇവരങ്ങ് ഇരച്ചു കയറും, കുട്ടികളൊക്കെ എടുത്തങ്ങ് എറിയും, അത് തടയുന്ന അമ്മമാരെയും ബാക്കിയെല്ലാവരും ചവിട്ടി വീഴ്ത്തും. അപ്പൊ അവരുടെ ആൾക്കാരൊക്കെ വരും. അവസാനം ഈ പറയുന്ന അതിന്റെ തവിയും മറ്റും അടിയും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടങ്ങും. വലിയ കലാപവും. പിന്നെ ആൾക്കാരൊന്ന് തോക്കെടുത്ത് വെടിവെക്കും. അതിനകത്ത് കുറെ പേര് മരിച്ചു വീഴും, പരിക്കേക്കും. ഒരു കലാപം ഇങ്ങനെ തുടങ്ങുന്നത് നമുക്ക് പറഞ്ഞു തീരുന്നുമ്പോ ഇവിടെ ആളുകൾ മരിച്ചിരിക്കും. പിന്നെ ഈ കുട്ടികൾ അനാഥമാവുന്നത് ഏത് യുദ്ധത്തിനകത്തൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ ഒരു 15 പേരുള്ള ഒരു കുടുംബത്തിലാണ്. ഇവന് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഈ കക്ഷി മാത്രമാണ് അവശേഷിക്കുന്നത്. അവന്റെ അച്ഛൻ നമ്മൾ സർജറി ചെയ്തപ്പോൾ ഓൺ ദ ടേബിൾ ഡെത്തായി. അമ്മ ഒരു സർജറി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് സബ്സിഡി അടിച്ച് മരിച്ചുപോയി. ബാക്കി എല്ലാവരും ഒക്കെ ബോംബിങ്ങിലും മരിച്ചു. വിശപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ആയുധമായി മാറുമ്പോഴുണ്ടാവുന്ന വ്യത്യാസം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇത് അലക്സ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഭാഗമാണ്. വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ്. രാവിലെ ആകുമ്പോൾ വേസ്റ്റ് എല്ലാം കൊണ്ട് കുമിയും. അവിടെ എല്ലാം കൊണ്ട് കുമിയും. അവിടെ കുമിഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ആൾക്കാർ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുട്ടികളടക്കം ഈ പറയുന്നതിനകത്ത് കയറി ഇങ്ങനെ നമ്മൾ സാധാരണ ഈ നായ്ക്കൂട്ടങ്ങൾ ഈ വേസ്റ്റിനകത്ത് കയറി ചെയ്യുന്നത് പോലെ അതിനകത്തേക്ക് ഇങ്ങ് വരും. കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും ചുറ്റുള്ള ആൾ തട്ടിപ്പറിക്കും. അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ കഴിഞ്ഞാൽ അവിടെ അടിയുണ്ടാവും. അങ്ങനെ ഈ നായ്ക്കൾ തമ്മിൽ ഈ പറഞ്ഞ ഭക്ഷണം അത് കിട്ടിക്കഴിഞ്ഞാൽ കടി കൂടുന്ന പോലെ തന്നെയാണ്. എക്സാക്ട് സീനാണ്. നമ്മളിത് ഈ ഒരു സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മാറി നമുക്ക് ഈ പറഞ്ഞ ഈ റിപ്പോർട്ടുകളിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള സാധനം കാണുമ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഫോഴ്സ്ഡ് സ്റ്റാർവേഷൻ എങ്ങനെ സൊസൈറ്റിയെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിപ്പോൾ 2-3 പ്രാവശ്യമായി. മൂന്നാമത്തെ പ്രാവശ്യം പോകുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളൊക്കെ UN സ്റ്റോപ്പ് ചെയ്ത്. കാരണം എല്ലാ ദിവസവും ഈ പറഞ്ഞ കലാപം ഉണ്ടാവും. എല്ലാ ദിവസവും കലാപം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് കലാപം ഉണ്ടാകുക. കാരണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഇല്ല. ഭക്ഷണം കിട്ടാതിരിക്കുന്നത് ഇസ്രയേൽ ഇത് തടയുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യും. ഇങ്ങനെ ഈ 10 ട്രക്കിൽ വരുന്ന ഭക്ഷണം 2.1 ദശലക്ഷം ആൾക്കാർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഭക്ഷണം അലോ ചെയ്തില്ലെങ്കിൽ നമ്മൾ നിർത്താന്ന് പറഞ്ഞിട്ട് അവർ നിർത്തി. അപ്പൊ അത് വലിയ പ്രശ്നമായി. കാരണം ഭയങ്കര സ്റ്റാർവേഷനായി. ആൾക്കാർ ഈ പറഞ്ഞ മരാസ്മസും കോർഷിയർക്കും അടിച്ചൊക്കെ മരിക്കാൻ തുടങ്ങി. അത് വലിയ ഇഷ്യൂ ആയി മാറി. അപ്പോഴും പിന്നെ അവര് ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്നിട്ട് GHF എന്ന് പറഞ്ഞിട്ട് ഗാസ ഹ്യൂമാനിറ്ററിയൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി. അത് തുടങ്ങിയിട്ട് അവിടെയാണ് അതൊരു വലിയ കലാപമായിട്ട് മാറുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഈ സ്ഥലത്തേക്ക് പിന്നെ അത് ഈ റെഡ് ഏരിയയിലുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ രാവിലെ പോയി ക്യൂ നിൽക്കണം. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ രാത്രി തലേന്നേ വന്ന് അവിടെ നിൽക്കും. അതിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിൽക്കുന്നത്. ഫോട്ടോസ് നമ്മളതൊരു പ്ലാൻ ചെയ്തിരിക്കുന്ന വെറും ഫോട്ടോ എക്സിബിഷൻ ആയിട്ടല്ല. അത് ഫോട്ടോസ് ആൻഡ് ലൈഫ്സ് എന്നാണ് നമ്മള്. ഫോട്ടോയും ജീവിതവുമാണ് വാസ്തവത്തിലുള്ളത്. അതിനകത്ത് അതിൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിത്രത്തിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻസ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ബലൂണുകൾ താഴെ വീഴുന്ന അല്ലെങ്കിൽ ഫുഡ് എയ്ഡ് കൊടുക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നതാണ് ഒരു ഒറ്റ നോട്ടത്തിൽ ഈ സംഭവം. പക്ഷെ അങ്ങനെയല്ല. ആ ഫുഡ് എയ്ഡ് കൊടുക്കുമ്പോൾ മരിക്കുന്ന ആൾക്കാർ താഴെയുണ്ട്. അത് അങ്ങനെ കൊടുക്കരുത്. ഈ ഫുഡ് എന്ന് പറയുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഹങ്കറിനെ നേരിടുന്നത് ഭക്ഷണം ആവശ്യത്തിന് എത്തിച്ചിട്ടാണ്.
അല്ലാതെ ഈ പറഞ്ഞ കുറച്ച് ഭക്ഷണം, വലിയ വിശപ്പ് അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിനകത്ത്, വിശപ്പ് മുഴുവൻ കാർന്നു നിന്ന സമൂഹത്തിനകത്ത് കുറച്ച് ഭക്ഷണം കൊണ്ടൊന്ന് തൂവി കൊടുക്കുമ്പോൾ ആ വിശപ്പുള്ളവർ മുഴുവൻ അതിന് പുറത്ത് കയറിയിട്ട് അവർ അടിപിടി കൂടുക ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ രാജ്യങ്ങളൊക്കെ നമ്മൾ ഇത്ര ഇങ്ങനെ ചെയ്താലും അവരുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണിത്. വലിയ പൈസയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഫലം നേർവിപരീതമാണ്. അപ്പൊ ഫോട്ടോസ് മാത്രമല്ല, ആ ഫോട്ടോസ് അത് താഴെ വീണ് മരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വലിയ പ്രശ്നമാണത്. അതവർ നിർത്തിവെച്ചു. അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായിട്ട് നിർത്തിവെച്ചു. ഈ ഭക്ഷണം വീഴുന്നത് മാത്രമല്ല, അത് വീണ് കഴിഞ്ഞാൽ ആൾക്കാർ പോയി അടികൂടുന്നതൊക്കെ. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇത് കാണുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിത് മുമ്പ് പല സ്ഥലത്തും പല പ്രാവശ്യം പോകുമ്പോഴും നടത്തിയിട്ടുള്ള എക്സിബിഷനാണ്. ലിബിയയിൽ പോയപ്പോൾ നടത്തിയിരുന്നു, സിറിയയിൽ നടത്തിയിരുന്നു, ഉക്രൈനിൽ വെച്ച് നടത്തിയിരുന്നു, സുഡാനിൽ നടത്തിയിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ എക്സിബിഷൻസ് നടത്തും. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതിനകത്തൊന്നും ഇപ്പോൾ വരുന്ന ആൾക്കാർ മനസ്സിലായത്, ഒരാൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചിത്രവും ആ മനുഷ്യനുമായിട്ടുള്ള ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്ന വാസ്തവത്തിൽ ഈ എഴുത്താണ്. സോ അതൊരു ലൈവായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അത് പിന്നെ കഴിയുമ്പോൾ ആൾക്കാർ അതിനകത്താണ്, ഈ എക്സിബിഷനകത്താണ്, ഈ ചിത്രങ്ങൾക്കകത്ത് ഒരു വിഷ്വൽ വേൾഡിലാണ് അവർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതൊരു ടോട്ടലി ഇമോഷണലി ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഫോട്ടോ പ്രദർശനം എന്ന രീതിയിലല്ല അത്. ഈ ഫോട്ടോയും ജീവിതവും കാണുന്ന മനുഷ്യരും തമ്മിലൊരു ഒരു ആത്മബന്ധമാണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ ഇപ്പൊ ഈ ഗാസയുമായി ബന്ധിപ്പിക്കുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ജനോസൈഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അതാണ്, ജനോസൈഡ് ആണെന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനകത്ത് നടക്കുന്ന ഒരു വംശഹത്യയാണ്, വളരെ പ്രത്യേകതയുള്ള വംശഹത്യയാണ്. അത് പറയാതിരിക്കുന്നവർക്ക് മുമ്പുള്ള വംശഹത്യകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു. ഓസ്ട്രിച്ചിലെ ജൂതന്മാരുടെ വംശഹത്യയൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഓസ്ട്രിച്ചിൽ ഞാൻ നിരവധി തവണ പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ക്രക്കോ വഴി പോകുമ്പോൾ ക്രക്കോന്ന് ഇറങ്ങിയിട്ട് ഞാനിത് വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരു അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ പറയുന്നൊരു ബ്ലാക്ക് ടൂറിസം ആണെങ്കിൽ പോലും അതിൻ്റെ ഫീല് കിട്ടും. നമ്മൾ ഇത് ഇങ്ങനെ 2 മില്യൺ മനുഷ്യന്മാർ മരിച്ച സ്ഥലമാണെന്നുള്ളൊരു ഫീല്, അത് ഓരോ മനുഷ്യരും അനുഭവിച്ച വേദനയൊക്കെ നമുക്ക് അവിടെ ഈ ഡെപ്പിക്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഇതേപോലൊരു അവസ്ഥയാണ്. ആ ഓരോ ബാരക്കിലൂടെ പോകുമ്പോഴും അവിടെ ഈ പറഞ്ഞ ക്രമറ്റോറിയത്തിലൂടെ പോകുമ്പോഴും ഗ്യാസ് ചേമ്പറിൽ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവും മരിച്ച മനുഷ്യർ ബാക്കി അവിടെ ഉണ്ട് നമ്മൾ. അപ്പൊ അതുപോലെ ഇത് ഈ ഒരു വളരെ രഹസ്യമായി ചെയ്ത കാര്യമാണ്. അവർക്ക് പോലും അവർ ഈ പറഞ്ഞ നാസികൾക്ക് പോലും ബോധമുണ്ടായിരുന്നു ചെയ്യുന്ന മോശമായ കാര്യമാണ്, ഈ വംശഹത്യയാണ് ചെയ്യുന്നത്, കുറ്റമാണ്. അതുകൊണ്ട് വളരെ രഹസ്യമായി ചെയ്തത്. ഇതങ്ങനെയല്ല, പരസ്യമായിട്ട് ഈ പറഞ്ഞ ഒരു വേൾഡിൽ ഡേ ലൈറ്റിൽ ചെയ്യുന്ന, എല്ലാവരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടോ. വളരെ കൂളായിട്ട് ഒരു വീഡിയോ ഗെയിം കാണുന്ന ലാഘവത്തോടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ വംശഹത്യ അങ്ങനെ ഒരു ബ്രോഡ് ഡേ ലൈറ്റിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സെക്കൻഡ്, ഇതൊരു ഈ പറഞ്ഞ ആരും ഇടപെടുന്നില്ല. മറ്റതൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇടപെടും. ഒരു വംശഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇടപെടും. ഈ 2 വംശഹത്യയിൽ, ഇപ്പോൾ അർമേനിയൻ വംശഹത്യയിൽ റഷ്യൻ ആർമി വന്നിട്ടുണ്ട്, ഈ റുവാണ്ടയിലെ വംശഹത്യയിൽ ഫ്രഞ്ച് ആർമി വന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ പുറത്തുന്നത് തടയാനായിട്ട് ഒരു വലിയ കുറ്റം തടയണം, മനുഷ്യരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ലെവലിലുള്ള ഇടപെടൽ, ഫോഴ്സ് ഉപയോഗിച്ചുള്ള ഇടപെടൽ ഉണ്ടാവും. അതില്ല, ടോട്ടലി അബാൻഡൻഡ് ആണ്. അത് ഏത് പറഞ്ഞ സംഘടിതമായിട്ടുള്ള മുഴുവൻ ഗവൺമെന്റുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജനോസൈഡ് ആണെന്ന് UN പ്രഖ്യാപിച്ച ശേഷം പോലും 50ഓളം രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇസ്രയേലിന് ഈ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ളതും ഫ്യൂവൽ കൊടുത്തിട്ടുള്ളതും ഭക്ഷണം കൊടുത്തിട്ടുള്ളതും അവർക്ക് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളതും എല്ലാം. അതിന് ആ ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയും UAE ആണ് ഏറ്റവും കൂടുതൽ ഓയിൽ കൊടുത്തിട്ടുള്ളത്, അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ സുലഭമായിട്ട് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷത്തിൽ ഇതിന് എതിരാണെന്ന് പറയുകയും പരോക്ഷമായി രഹസ്യമായി ഈ ജനോസൈഡിനെ
ഫ്യൂവൽ ചെയ്യാനും അത് നടത്താനും വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻസ് ഓൾസോ. റിലിജിയൻസും അങ്ങനെ തന്നെയാണ്. ഒരു റിലിജിയനും അങ്ങനെ ഈ പറഞ്ഞതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഭാഗത്തുള്ള ഈ അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും ഇത് ചെയ്തിട്ടില്ല. ഈ ഈ ഈ ആയുധങ്ങൾ വരുന്നത് മുഴുവൻ ഈജിപ്തിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും പോർട്ട് വഴിയാണ് വരുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് അബാൻഡൻ ചെയ്ത പോലെയാണ്. ആകെ കൂടെ ഈ പറയുന്ന യൂറോപ്പിലെ സാധാരണക്കാരായ ജനങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് കറക്റ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടുള്ള ഒരു ഫോഴ്സ് മാത്രമാണ് വ്യത്യസ്തമായി ഞാൻ കാണുന്നത്. പിന്നെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. അടച്ചിട്ടിട്ട് ആൾക്കാരെ അടച്ചിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ ബോംബ് ചെയ്യുക, അവർ വെള്ളം കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, മരുന്ന് കൊടുക്കാതിരിക്കുക, ഫ്യൂവൽ കൊടുക്കാതിരിക്കുക, അങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഓടിപ്പോവാൻ ഒരു സ്ഥലമില്ല. അത് ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഈ പറയുന്ന അങ്ങനെ ബാക്കി എല്ലാ ജനോസൈഡിലും അങ്ങനെ ഓടിപ്പോവാനൊക്കെ സ്ഥലങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സിന്റെ ഇടിഞ്ഞു തകർന്നു. എന്തും ആശുപത്രി ബോംബ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഇല്ല, സ്കൂള് ബോംബ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ല, കുട്ടികളെയും സ്ത്രീകളെയും കൊന്ന ക്വസ്റ്റ്യൻ ഇല്ല. ഇതെല്ലാം ലൈസൻസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു ഏർപ്പാടായി മാറി. അപ്പൊ ഇനി ഒരു യുദ്ധത്തിനകത്ത് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇത് അവശേഷിക്കുന്നത്. ആകെ കൂടെ ഞാൻ കാണുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്ന സാധാരണ ജനങ്ങൾ ഗവൺമെന്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, തെരുവിലിറങ്ങി ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഗവൺമെന്റുകളെ കൊണ്ട് അത് മാറ്റാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്കൃഷ്ടമായ ജനാധിപത്യത്തിന്റെ മാതൃക അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്ന്, തെരുവിലിറങ്ങാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പൊ തെരുവിലിറങ്ങുന്ന ജനങ്ങളെ കൂടെ നിർത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കാനും അവരെ ബഹുമാനിക്കുവാനായിട്ടും ഇപ്പുറത്ത് അവിടുത്തെ ഗവൺമെന്റുകളും മുന്നോട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സാർത്ഥകമായ ജനാധിപത്യം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു സാർത്ഥകമായ ജനാധിപത്യമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു ജനോസൈഡോ ഇല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധങ്ങള് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മറികടക്കാനായി നമുക്ക് പറ്റുന്ന ഒരു മീഡിയ ആയിട്ട് മാറില്ല. അല്ലാതെ ആയുധങ്ങൾ കൊണ്ട് മറികടക്കാനോ ടെക്നോളജി കൊണ്ട് മറികടക്കാനോ ഒന്നും വാസ്തവത്തിൽ ഇപ്പോൾ ഒരു വഴിയില്ല. ഗസയുടെ ഒരു ട്രജക്ടറി ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും അവിടെ ആൾക്കാരെല്ലാം മുഴുവൻ ഈ പറഞ്ഞ ഈ രോഗങ്ങൾ മൂലം മരിക്കുകയോ, ബോംബ് വീണ് മരിക്കുകയോ, കുട്ടികൾ ജനിക്കുന്ന കുട്ടികൾ ഇൻഫന്റ് മോർട്ടാലിറ്റി അധികമായിട്ട് മരിക്കുകയോ, അങ്ങനെ പല രീതിയിൽ വെള്ളം കിട്ടാതെ മരിക്കുകയോ, ഡയറി പിടിച്ച് മരിക്കുകയോ, തമ്മിലടിച്ച് മരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് പടിപടിയായിട്ട് അത് ഇല്ലാതാവുന്ന ഒരു രംഗം മാത്രമാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രജക്ടറിയിൽ കാണുന്നത്. അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പ് നേരത്തെ പറഞ്ഞ ഒരു സാർത്ഥകമായ ജനാധിപത്യം മാത്രമാണ്. അല്ല, ആകാശം എന്ന് നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത് ഒരു സ്വാതന്ത്ര്യത്തെയാണ്. മനുഷ്യന്റെ ആത്യന്തികമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു ശ്വസിക്കുന്ന വായു പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ആകാശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. പക്ഷേ ഗസയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വന്തമായിട്ടൊരു ആകാശം പോലും ഇല്ലാതായിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വാസ്തവത്തിലുള്ളത്. അത് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ എഴുതിയതുപോലെ തന്നെ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 6 അടിയിൽ നിന്ന് 2 അടിയിലേക്ക് എങ്ങനെ ചുരുങ്ങാമെന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. 6 അടി പോലും അവശേഷിക്കരുത്. 2 അടിയിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ 2 അടിയിലേക്കെങ്കിലും മനുഷ്യൻ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിലാണ് വാസ്തവത്തിലിരിക്കുന്നത്. ഒരു തുണ്ട് ആകാശം പോലും ബാക്കിയില്ലാതെ, എങ്ങോട്ടൊന്നില്ലാതെ, ജീവിതം എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ, ഭാവി ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇനിയുള്ള ജീവിതം, ഇനി വരുന്ന കുട്ടികളുടെ ജീവിതം ഒന്നും ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ ജനത. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഗസയിലെ മാത്രമല്ല, എല്ലാ യുദ്ധങ്ങൾക്കകത്തും നമുക്കിത് തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുവായിട്ട് യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ബാക്കി എന്ത് തന്നെയായാലും ശരി, ബാക്കിയെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്.